ഹലോ ഗൈസ്, നമ്മളിന്നൊരു വലിയൊരു അൺബോക്സിംഗ് ആയിട്ട് വരുന്നതായിരിക്കുന്നത് കേട്ടോ. ഇത്രയും വലിയ പെട്ടി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് സാധനമാണ്. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾക്ക് ഒരു സ്റ്റോറേജ് ബോക്സ് വാങ്ങിച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ചിരിക്കുന്ന ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിയുടെ ഡ്രസ്സുകൾ, എൻ്റെ മോളുടെ അകൃതമോളുടെ ഡ്രസ്സുകളൊക്കെ ഇതിലിട്ട് വെക്കാലോ എന്ന് വെച്ചിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് മറ്റേ ഡ്രോയർ പോലെ ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്റ്റോറേജ് ബോക്സാണ്. ആ സ്റ്റോറേജ് ബോക്സ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും മീഷോയിൽ, ഫ്ലിപ്കാർട്ടിലൊക്കെ. ഇത് ഇത് പല കളറിലാണ്, സിംഗിൾ കളറിൽ വരുന്നുണ്ട്. അതായത് ബോക്സുകൾ ഒറ്റൊരു കളറിലായിട്ട് വൈറ്റ് ബ്ലാക്ക് കോംബോ, അങ്ങനെ പല കോംബോയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ മെനു കാർഡ് ഉണ്ട്, പിന്നെ കുറേ ഐറ്റംസുകളുണ്ട് കേട്ടോ. ഇത് ഫിറ്റ് ഇതാണ് നമ്മുടെ ബോക്സ്. ഇതിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ പല കളറാണ്. ഇത് 6 എണ്ണത്തിൻ്റെയാണ്, 3 എണ്ണത്തിൻ്റെ ഉണ്ട്, 5 എണ്ണത്തിൻ്റെ ഉണ്ട്, 4 എണ്ണം വരുന്നതുണ്ട്. ഞാൻ 6 എണ്ണത്തിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 600 സംതിങ് ആയിരുന്നു. കുഴപ്പമില്ല, 600ക്ക് നല്ല മുതലാവും കേട്ടോ. ഇത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസും ഉണ്ട് അതിൽ വെക്കാൻ വേണ്ടി. എൻ്റെ മോളുടെ വീട്ടിലിരുന്ന ഡ്രസ്സ് വെക്കാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങിച്ചതെങ്കിലും, പക്ഷേ ഇപ്പം നല്ല ഡ്രസ്സുകൾ വെക്കാനും വരെ അതിൽ സ്ഥലം ഉണ്ട് അവരുടെ. ഇതാണ് നമ്മളതിൻ്റെ ഫിറ്റിങ്സ്. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടി മാനുവൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല, ഫിറ്റിങ് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ്. അതുപോലെ പൊടിയൊന്നും കയറില്ല, അത്രയും സേഫായിട്ട് തന്നെ ഇരിക്കാം. ആദ്യം തന്നെ ഒരു ബേസ് ഉണ്ട്, ബേസിൻ്റെ അടിയിൽ 4 കുഷ്യൻസ് പോലെ വെച്ചിട്ടുണ്ടായിരിക്കും. അതിന് ശേഷം ഇതിൽ നിന്ന് 4 വടികൾ എടുക്കാതെ മാനുവൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പം 4 ഇങ്ങനത്തെ പീസുകൾ എടുത്തിട്ട് 4 കോർണറുകളിൽ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുക. അതിൻ്റെ മീതെ അടുത്ത പീസ് വെക്കുക. അത് ഇങ്ങനെ ബാസ്ക്കറ്റ് അതിലേക്ക് കയറ്റി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വലിച്ചെടുക്കുക. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പല റേറ്റിൽ പല ഡിസൈൻസിൽ വരുന്നുണ്ട്. ക്വാളിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും, പ്ലാസ്റ്റിക് ക്വാളിറ്റി വ്യത്യാസങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഇത് ഞാൻ 600 സംതിങ്ങിന് വാങ്ങിച്ചതാണ്. അതിനുള്ള നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ നമുക്ക് വാങ്ങിച്ചതിന് പറ്റിയ ഉപയോഗമുണ്ട്. അതായത് ഞാൻ ഡ്രസ്സ് ഇട്ട് വയ്ക്കാനാണ് വാങ്ങിച്ചത്, കുഞ്ഞു വീട്ടിലിരുന്ന ഡ്രസ്സുകൾ ഇട്ട് വയ്ക്കാൻ. അതിന് എല്ലാം നല്ല ഡ്രസ്സുകളായാലും ഇതിലിട്ട് വയ്ക്കാം. ചിലർ കിച്ചണിലേക്ക് ആവശ്യങ്ങൾക്കായി വാങ്ങിക്കുന്നവരുണ്ട്. അതായത് സബോള, ഉരുളൻകിഴങ്ങ്, അങ്ങനത്തെ ഐറ്റംസ്, ഉള്ളി അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടി വാങ്ങിക്കുന്നവരുണ്ട്. അതേമാതിരി തന്നെ ജോലി സ്ഥലങ്ങളിൽ ഉപയോഗപ്പെടുന്നവരുണ്ട്, ടൂൾസ്, മറ്റു സംഭവങ്ങൾ. അങ്ങനെ ഷോപ്പുകളിലേക്കൊക്കെ ആവശ്യം പറ്റുന്നവർക്ക് അങ്ങനെയായാലും നമുക്കിത് ഷോപ്പ് ചെയ്യാം. അപ്പോൾ അതിൽ ശരിക്കും കിച്ചൺ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നമ്മുടെ സൈറ്റുകളിലൊക്കെ എടുക്കുന്നത്. അതുപോലെ ഒറ്റൊരു കളറിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സംഭവം ഇത്ര വലുപ്പത്തിൽ അത്യാവശ്യം ഇതിൽ വരുന്നുണ്ട്. നല്ല സൂപ്പർ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് നിങ്ങൾക്ക് തുണികളൊക്കെ ഒന്ന് ഇട്ട് വെച്ച് കാണിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.